അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു സങ്കടമാണ്. 10th ഫുൾ A+ വാങ്ങി, 11th വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം സയൻസ് എടുത്തു. പക്ഷെ ഗ്രാജുവലി അവളുടെ അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു വന്നു. അപ്പോൾ വീട്ടുകാർക്ക് പെട്ടെന്ന് സംശയം, ഇത്രയും കാലം നല്ല മാർക്ക് വാങ്ങിയ കുട്ടി സഡൻലി എന്താണ് കുട്ടിക്ക് പറ്റിയത്? വല്ല ചുറ്റിക്കളി ഉണ്ടോ? അപ്പോൾ അവിടെ ഏതോ ഒരു അമ്മാവൻ ഇതേപോലെ കുട്ടി ഒരു ചെക്കനുമായിട്ട് റോഡ് സൈഡിൽ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു അസംഷൻ അവിടെ ഉറപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കാഡമിക് പ്രഷറും ചുറ്റിക്കളിയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്യൂസേഷനും കാരണം കുട്ടി എന്തായി? ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ അതിനുശേഷമാണ് കരിയർ കൗൺസിലിങ്ങിനായിട്ട് ഷമീർ സാർ അടുത്ത് കുട്ടിയെ കൊണ്ടുവന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് സയൻസ് സബ്ജക്ട്സ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും എബിലിറ്റിയും കുറവാണ് എന്നുള്ളതാണ്. മറിച്ച് കുട്ടിക്ക് 10th മാത്സിലൊക്കെ നല്ല മാർക്കുണ്ട്, മാത്സ് നല്ല താല്പര്യമുണ്ട്, കൊമേഴ്സ് ഫീൽഡിലേക്കാണ് കുട്ടിക്ക് ഏറ്റവും നന്നായിട്ടുള്ള ചായ്വ് കാണിക്കുന്നത്. അതിൽ പോയാലാണ് കുട്ടി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ കൊമേഴ്സിന് എന്തുകൊണ്ട് അഡ്മിഷൻ എടുത്തില്ല എന്ന് പാരൻസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു, അഡ്മിഷനും കിട്ടിയിരുന്നു, പക്ഷെ കിട്ടിയ സ്കൂൾ കുറച്ച് ദൂരെ ആയിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ സയൻസിനാണ് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ നമ്മളതങ്ങ് ഉറപ്പിച്ചു. ഈ ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ഉണ്ടാവും. ഈ 10 മിനിറ്റിൻ്റെ പേരിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് എടുത്ത് ബുദ്ധിമുട്ടിച്ച് അവസാനം പ്രഷറൈസ് ചെയ്ത് ഇല്ലാത്തത് പറഞ്ഞ് ആത്മഹത്യയുടെ വക്കീൽ വരെ കൊണ്ടെത്തിച്ചു. അപ്പം ആദ്യമേ ഈ കുട്ടിയുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും എബിലിറ്റിയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിലോ ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പല കുട്ടികളും ആരും അറിയാതെ ഇത്തരത്തിലുള്ള പ്രഷറുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്കും ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ അവസ്ഥ എത്തരുത്. നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റും എബിലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന മേഖലയിലേക്കാണ് നമ്മൾ അവരെ ഗൈഡ് ചെയ്യേണ്ടത്.